പ്രിയപ്പെട്ടവർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോപു നന്ദല ജി മാർട്ട് തമിഴ് ബൈ SKN പ്രസന്റഡ് ബൈ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ചർച്ച തുടരുകയാണ്. ഗോപാലകൃഷ്ണൻ ഒരു അഭിപ്രായം പറഞ്ഞു, അത് പിണറായി വിജയൻ തീരുമാനിച്ചതാണെന്ന് അഭിപ്രായം പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി വസന്ത് അത് ക്യാബിനറ്റ് ഡിസിഷൻ ആണെന്ന് അടിവരയിട്ട് പറഞ്ഞു. പക്ഷേ വസന്തും അഭിഭാഷകനാണ്, ഗോപാലകൃഷ്ണനും അഭിഭാഷകനാണ്, ഞാനും അഭിഭാഷകനാണ്. എന്റെ സംശയം ഉണ്ണികൃഷ്ണൻ വേഴ്സസ് TMA ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പേരന്റ് കേസ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് 10ഓളം കേസുകളിൽ സുപ്രീം കോടതി പിന്നെ വിധി പുറപ്പെടുവിച്ച ഏതിന്റെ അടിസ്ഥാനത്തിലാ? വെറുതെ ഈ തരത്തിലുള്ള ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ സുപ്രീം കോടതിയുടെ ഒരു വിധിയെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് ബിജെപിയുടെ പ്രതിനിധി പറയുകയാണ് പിണറായി വിജയനാ ഇത് തീരുമാനിച്ചതെന്ന്. എന്നിട്ട് അതിനെ കോൺഗ്രസിന്റെ പ്രതിനിധി തള്ളിക്കളയുകയാണ്. ഇതാണ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്പൊ സംഭവിച്ചത്. ഇത് തന്നെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്പൊ സംഭവിച്ചത്. കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു സംഘം ഹർജികളിലുണ്ടായ തീർപ്പിനെ പോലും തള്ളിക്കളയുന്ന സുപ്രീം കോടതി തമിഴ്നാടിന് ബാധകമല്ലേ? സുപ്രീം കോടതി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന ബാധകമാണ്. തമിഴ്നാടിന്റെ ആ വിധിയിൽ പറയുന്നത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് അത് ഇവാലുവേറ്റ് ചെയ്യാൻ നെസസറി ആക്ഷൻ എടുക്കാനോ പറഞ്ഞു. അതാണ് ക്യാബിനറ്റിലൂടെ. അപ്പൊ എന്തിനു പറയാനുണ്ടോ? വക്കീലാണ്. അതേപോലെയാണ് എന്റെ ചോദ്യം. സുപ്രീം കോടതി വിധികളും അതിന്റെ നാഴ്വഴികളും അവിടെ നിൽക്കട്ടെ. ഈ 100% പ്രൈവറ്റൈസേഷൻ അത് ആരുടെ തീരുമാനമാണ്? അത് ക്യാബിനറ്റ് ഡിസിഷൻ ആണ്. ആണോ അല്ലേ? ആണോ അല്ലയോ? ഫൈനാലിറ്റി വന്നത് സുപ്രീം ആണോ അല്ലയോ? ഞാൻ പറഞ്ഞ അടിസ്ഥാനത്തിലാണ്. അതായത് അതിനൊന്ന് എതിർക്കാൻ പോലും പ്രൈവറ്റൈസ് ചെയ്തത് പിണറായി വിജയന്റെ ക്യാബിനറ്റ് ആണ്. ക്യാബിനറ്റ് അടിസ്ഥാനത്തിലാണോ ഉണ്ടായത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ക്യാബിനറ്റ് അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടായതെങ്കിൽ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ബാലകൃഷ്ണൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ ഇല്ലായിരുന്നോ? എന്ത് ചെയ്തേ നിങ്ങൾ ഇവർക്ക്? നമ്മൾ തമ്മിൽ വന്നിരുന്ന് വർത്തമാനം പറയാനല്ലോ വേണ്ടത്. കേരളത്തിൽ ഏറ്റവും വലിയ സമരം സംഘടിപ്പിക്കണ്ടേ? കറുത്ത കൊടി കാണിക്കാൻ അറിയായിരുന്നല്ലോ. വേറെ ഏതെല്ലാം കാര്യങ്ങളുടെ ക്രിയാത്മകമായ ഒരു രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വരിക വേറെ വിഷയം. ഇതിനകത്ത് ഇവരിപ്പോ രക്തസാക്ഷികൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് തൃശ്ശൂരില് അറിയാലോ, മധുവും ലാൽജിയും ഇവർ ഗ്രൂപ്പിന്റെ പേരിൽ തല്ലി കൊന്നതാ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ആ രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വാരിയെന്ന് ആ രക്തസാക്ഷികളുടെ കുടുംബം ആക്ഷേപിച്ചിട്ടുണ്ട്. മറന്നുപോയോ നിങ്ങൾ? എന്നിട്ട് ഞങ്ങളെ പറയാം വരുന്നത് ഞങ്ങളുടെ ഒരു സമരം ഈ നാട്ടിൽ ഈ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്നുള്ള നിലപാടുണ്ട്. അത് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അതെല്ലാ കാലത്തും സമരം ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞോട്ടെ, അപ്പൊ ആര്യാടാണ് കൊലയാളി നിങ്ങൾ സമ്മതിച്ചോ? ആര്യാടാണ് കൊലയാളി നിങ്ങൾ സമ്മതിച്ചോ? ആര്യാടാണ് കൊലയാളി നിങ്ങൾ സമ്മതിച്ചോ? ആര്യാടാണ് കൊലയാളി നിങ്ങൾ സമ്മതിച്ചോ? അല്ല നിങ്ങളിപ്പോ ഈ ചർച്ച ഞാൻ തന്നെ സബ്ജക്ട് മറന്നുപോയി. ഓക്കെ, റെഡി. എന്താ പറയാൻ വന്നേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.